السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ജാമിയ വഹബിയ അറബിയയുടെ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഇസ്ലാം 60 പ്രഭാഷണങ്ങൾ എന്ന പ്രഭാഷണ പരമ്പരയുടെ ഇസ്ലാം കരുണയുടെ കാതൽ എന്ന സെഷനിൽ പ്രകൃതി സംരക്ഷണം എന്ന വിഷയത്തിലാണ് സംസാരിക്കുന്നത്. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സമഗ്രമായ ജീവിത ദർശനത്തിൽ പ്രകൃതി സംരക്ഷണത്തിന് അതീവ പ്രാധാന്യമുണ്ട്. ഈ പ്രപഞ്ചവും അതിലെ സകല ചരാചരങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന കാഴ്ചപ്പാട്. നമുക്ക് സങ്കല്പിക്കാനാവാത്തത്ര വിശാലമായ അനന്തമജ്ഞാതമായ ഈ പ്രപഞ്ചം മുഴുവനും മുസ്ലിമാണ്. അഥവാ അള്ളാഹു എന്ന സൃഷ്ടാവിനെ തിരിച്ചറിയുകയും നാഥന് സദാസമയം പ്രകീർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയുമാണ് എന്നതാണ് ഇസ്ലാമിക അധ്യാപനം, ഇസ്ലാമിക ദർശനം. തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർദ് വമൻ ഫീഹിൻ വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറ. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും അള്ളാഹുവിനെ അറിയുകയും അള്ളാഹുവിന് തസ്ബീഹ് അഥവാ പ്രകീർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇസ്ലാമിക അധ്യാപനം. ഇത്തരത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു മതത്തിൽ അനാവശ്യമായി എങ്ങനെയാണ് പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു ഇല പോലും ഒരു കാര്യവുമില്ലാതെ നശിപ്പിക്കാൻ ഒരാൾ മുതിരുക? അതൊരിക്കലും ഉണ്ടാവുകയില്ല. കാരണം അള്ളാഹുവിനെ അറിഞ്ഞ് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തസ്ബീഹിനെ നശിപ്പിക്കാമെന്ന് ആരും ചിന്തിക്കുന്നില്ല. പ്രകൃതി മൊത്തം അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കെ, അള്ളാഹുവിന്റെ സൃഷ്ടിയായിരിക്കെ, അള്ളാഹുവിന്റെ സൃഷ്ടി മഹത്വത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കെ, അതിന്റെ ദൃഷ്ടാന്തങ്ങളായ പ്രകൃതിയിലെ ഒരു വസ്തുവിനെയും ഒരു കാര്യവുമില്ലാതെ അനാവശ്യമായി നശിപ്പിക്കുക എന്നതിലേക്ക് ഒരു വിശ്വാസിയുടെ മനസ്സ് ഒരിക്കലും മുതിരുകയില്ല. ഈ ഭൂമിയിലെ വിഭവങ്ങൾ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് അതിൽ തോന്നിയതുപോലെ അധികാരം പ്രയോഗിക്കാനല്ല, മറിച്ച് അവയെ കാത്തു സൂക്ഷിക്കാനും പരിപാലിക്കാനുമുള്ള വലിയ ഉത്തരവാദിത്തമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ദർശനങ്ങളും ജീവിതചര്യയും അധ്യാപനങ്ങളും ഈ പ്രകൃതി സ്നേഹത്തിന് ഉദാത്തമായ മാതൃകയാണ്. ഒരു തിരുവചനത്തിൽ നമുക്കിങ്ങനെ കാണാമല്ലോ, ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഭൂമിയിലുള്ളവർ എന്ന ഈ വചനത്തിൽ കേവലം മനുഷ്യൻ മാത്രമല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. മൃഗങ്ങളോടും സസ്യങ്ങളോടും പ്രകൃതിയോടുമെല്ലാം കാരുണ്യം കാണിക്കണമെന്ന് വിപുലമായ അർത്ഥതലം അതിൽ നമുക്ക് കാണാൻ സാധിക്കും. മാമി മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സറഅൻ ഫയകുലു മിൻഹു തയ്റൻ ഔ ഇൻസുൻ ഔ ബഹീമ ഇല്ലാ കാന ലഹു ബിഹി സദഖ. ഒരു വിശ്വാസി മരം നടുകയോ കൃഷി ഇറക്കുകയോ ചെയ്യുകയും അതിൽ നിന്ന് പക്ഷികളോ മനുഷ്യരോ മൃഗങ്ങളോ തിന്നുകയും ചെയ്താൽ അതവന് ധർമ്മമാണ്, സ്വതക്കയാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവാചക അധ്യാപനങ്ങൾ പ്രകൃതി പരിപാലന പ്രവർത്തനങ്ങൾക്ക് ഒരാൾക്ക് ഏറ്റവും മുന്തിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഊർജ്ജം നൽകുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു തൈ ഉണ്ടെങ്കിൽ ലോകാവസാനമാണെന്ന് കണ്ടാലും അത് ഭൂമിയിൽ നടണമെന്ന ഈ ഹദീസിൽ പരിസ്ഥിതി പരിപാലനം വിശ്വാസിയുടെ എത്രത്തോളം വലിയ ചുമതലയാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധങ്ങളെയും കൃത്യമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിർവചിക്കുന്നുണ്ട്. ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഇഹ്യാ ഉൽ മവാത്ത്, അഥവാ നിർജീവമായി കിടക്കുന്ന ഭൂമിയെ ജീവിപ്പിക്കുക എന്നത്. ഉടമസ്ഥനില്ലാത്തതും അതുപോലെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമിയെ കൃഷിയോഗ്യമായോ അല്ലെങ്കിൽ പാർപ്പിടയോഗ്യമായോ ആരാണോ എടുക്കുന്നതെങ്കിൽ അത് അവരുടെ ഉടമസ്ഥതയിൽ ഉള്ളതാകുമെന്നതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഇത് സംബന്ധമായ വിധി തന്നെ. ഇത്തരം നിർജീവമായി കിടക്കുന്ന ഭൂമിയെ ജീവൻ വെപ്പിക്കാനും ഊഷരമായി കിടക്കുന്ന ഭൂമികളെ ഹരിതാപമാക്കുവാനുമുള്ള പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഒരു പദ്ധതി തന്നെയാണ് ഈ നിയമം എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. അപ്രകാരം തന്നെ ഒരാൾക്ക് ഒരു കിണർ അല്ലെങ്കിൽ തോട് അല്ലെങ്കിൽ അയാളുടെ കൃഷിസ്ഥലം എന്നിവയ്ക്ക് ചുറ്റുമുള്ള നിശ്ചിത പരിധിയിലുള്ള സ്ഥലത്തെ ഇസ്ലാമിക കർമ്മശാസ്ത്ര വ്യവഹാരങ്ങളിൽ ഹരീം അഥവാ പ്രൊട്ടക്റ്റഡ് ഏരിയ, സംരക്ഷിത മേഖല എന്നാണ് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരാളുടെ സംരക്ഷിത മേഖലയിൽ മറ്റുള്ളവർക്ക് പുതിയ കിണർ കുടിക്കാനോ
അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനോ ഒന്നും അനുവാദമില്ല. നിലവിലുള്ള ജലസ്രോതസ്സുകൾ വറ്റിപ്പോകാതിരിക്കുവാനും കൃഷി മുടങ്ങാതിരിക്കുവാനും എല്ലാം ഇസ്ലാം നിഷ്കർഷമായി നടപ്പാക്കുന്ന ഒരു നിയമമാണിത്. ജലം പ്രകൃതിയുടെ അവിഭാജ്യ ഘടകമാണ്. ജലസംരക്ഷണത്തിനും ഇസ്ലാമിന് സമാനതകളില്ലാത്ത കാഴ്ചപ്പാടുണ്ട്. ജീവന്റെ നിലനിൽപ്പ് തന്നെ ജലത്തെ ആശ്രയിച്ചാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ് അഫലാ യുഅ്മിനൂൻ. അഥവാ ജീവൻ വെള്ളത്തിൽ നിന്നാണെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജലം അനാവശ്യമായി വ്യയം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരിക്കൽ പറഞ്ഞത്, വഇൻ കുൻത അലാ നഹ്രിൻ ജാരി, നിങ്ങൾ ഒഴുകുന്ന പുഴയിൽ നിന്നാണ് വുദൂ ചെയ്യുന്നതെങ്കിൽ പോലും അവിടെ അമിതമാക്കരുത് അഥവാ ഇസ്രാഫ് ചെയ്യരുത് എന്നാണ്. ആരാധനകളുടെ ഭാഗമായി അംഗശുദ്ധി വരുത്തുമ്പോൾ 3 തവണയാണ് ഓരോ അവയവങ്ങളും കഴുകാനുള്ള അനുവാദം പരിശുദ്ധ ദീനുൽ ഇസ്ലാം നൽകുന്നത്. ആ 3 തവണക്കപ്പുറത്തേക്ക് പോകുന്നത് കറാഹത്താണ് അഥവാ അനഭിലഷണീയമാണ് എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നത് കുറ്റകരമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പൊതുജനങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമൊക്കെ മലിനമാക്കുക എന്നത് കുറ്റകരമായ പ്രവൃത്തി തന്നെയാണ്. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ അത് ഏത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളമാണെങ്കിലും അതിൽ മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ലാത്തവയാണ്. മലമൂത്ര വിസർജനം ചെയ്യൽ അത് കറാഹത്താണ് എന്ന് അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക പാഠങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാര്യവുമില്ലെങ്കിൽ യുദ്ധവേളകൾ ആണെങ്കിൽ പോലും പച്ചപ്പുള്ള മരങ്ങൾ മുറിക്കുകയോ കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണെങ്കിലും മിതത്തോടെ മാത്രമേ അത് ഉപയോഗിക്കാനുള്ള സമ്മതം അല്ലെങ്കിൽ അത് ഉപയോഗിക്കാവൂ എന്ന് ശക്തമായ ഒരു താക്കീതും പരിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. കുലു വശറബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, പക്ഷേ അമിതവ്യയം അരുത് എന്നാണ് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. ഈ വചനം ഒരു കാര്യവും അനാവശ്യമായി അമിതവ്യയം ചെയ്യരുത്, ഒരു കാര്യവും ആവശ്യത്തിലേറെ അധികമായി ഉപയോഗിക്കരുത് എന്നാണ് പരിശുദ്ധ ഖുർആൻ വിരൽ ചൂണ്ടുന്നത്. ഈ ഉത്കൃഷ്ടമായ പ്രകൃതി സംരക്ഷണ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.